ഹലോ കേട്ടോ, ദീപത്തിലേക്ക് സ്വാഗതം. കേട്ടല്ല, നമ്മുടെ സ്വന്തം മച്ചാൻ എന്ന് പറഞ്ഞത് അറിയാലോ, ആര് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാഥ് ബാസി. വേറെ ലെവൽ ആക്ടർ പ്ലസ് സിംഗർ പ്ലസ് മ്യൂസിക് കമ്പോസർ, അങ്ങനെ ഒരു ജാതിയാണ്. കേട്ടല്ലേ, മച്ചാൻ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മച്ചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവല്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ മച്ചാൻ്റെ സംസാരം എന്താണ്, മച്ചാനെ ചുമ്മാ സീനല്ലേ, അങ്ങനെ പറഞ്ഞ ഒരുമാതിരി സംസാരമാണ്. അപ്പോൾ ആൾ ഈ ഇടയ്ക്ക് UAE അവിടെ പ്രോഗ്രാമിന് പോയി, മനസ്സിലായി, ഇന്റർനാഷണൽ അവിടെ പ്രോഗ്രാമിന് പോയ സമയത്ത് ആൾ തന്നെ പാടിയത് കേട്ട. ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് മറ്റേ ആവേശത്തിൽ ജാട എന്ന് പറഞ്ഞ പാട്ട് ശ്രീനാഥ് ബാസി തന്നെ പാടിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ട് അവിടെ പോയി ആളെ പാടുന്നുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാട മോനെ പച്ചയായി ജാട പുച്ഛമണുപ്പൂട എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട്. പക്ഷെ പാടുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടല്ലേ, തെറി എന്ന് പറയുമ്പോൾ ഒരുമാതിരി തെറി. ആളെ മുമ്പ് അങ്ങനെയാണെങ്കിൽ അല്ല, എന്നാലും സ്വന്തം ആരാധകരെ തെറി വിളിച്ചിട്ട് അത് ചില ആരാധകർ തിരിച്ച് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ, തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. ചിലവർ മച്ചാൻ്റെ പുതിയ റാപ്പാണ്, പൊളിയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, എടുപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലട. സത്യം പറയാലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ് ഇല്ലട. കാര്യമായിട്ട് പറയാം, ഞാനൊരു ബാസി ഫാൻ തന്നെയാണ്, മനസ്സിലായില്ലേ. എന്താ ചോദിച്ചാൽ ബാസി നമ്മൾ കണ്ടപ്പോൾ തൊട്ട് നമ്മൾക്കും ഭയങ്കര ഇഷ്ടമാണ്, വീട്ടാണ്. പക്ഷെ ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ്. ഇപ്പോൾ ന്യൂസ് കാര്യങ്ങൾ അങ്ങനത്തെ വന്നത് അമിത ലഹരിയിൽ ആരാധകരെ പച്ചത്തറി വിളിച്ച് ശ്രീനാഥ് ബാസി, അങ്ങനെയാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. സംഭവം ഇറങ്ങിയിട്ട് 2-3 ദിവസമായിട്ടാ, 3 ദിവസമായി. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇന്നാ കിട്ടിയത്. അന്ന് ചെറിയ പോർഷൻസ് ഒക്കെ നമ്മൾ കണ്ടു, പക്ഷെ നമുക്ക് ഫുൾ വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ തെറി പറഞ്ഞ പോർഷൻസ് കിട്ടിയില്ല. അത് വെച്ചാൽ അതപ്പം ബീപ്പ് സൗണ്ട് ആയിരുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യില്ല, ബീപ്പ് സൗണ്ട് ഞാൻ വെക്കില്ല, മനസ്സിലായില്ലേ. ആ തെറി നിങ്ങൾ കേൾക്കാം, കേട്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ബീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ബീപ്പ് തന്നെ ആയിരിക്കും. പക്ഷെ ഇത് കറക്റ്റായിട്ട് കേൾക്കണം, കേട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാൻ കേട്ടില്ലടല്ലേ, എന്തോന്നേ ഇതൊക്കെ ഒരു ഇതാണോ ചോദിക്കട്ടെ. ഇപ്പൊ സ്റ്റേജിൽ കയറി എന്തും വിളിക്കുക, വേറൊരാൾ കുറെ സൗണ്ട് വരാൻ വേണ്ടി പറഞ്ഞു, ഇതിപ്പോ തെറിയോ എന്തോന്നാണ് ഇത്. ഞാൻ കേൾപ്പിച്ചറിയില്ല, വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, What's his name? What's his name? Does anybody know him? Nobody knows him. Even trying to be on the same level, you're like, okay, sorry. What's your name? I am downloading the live show. That really affected me, just to let you know. Okay, that's so cool, bro. If you're here, this and all that, go do that at your house and shit. Priority. Get on my email. Yeah, let's go. Yeah, പാട്ടൊന്നും പറഞ്ഞായി. പക്ഷെ അത് പേരുകൾ പറയുന്നപ്പോൾ അലക്സണ്ട കാണിക്കല് വിഷയപ്പെടുത്തണല്ലേ. എല്ലാരും പോലെ 10 പൈസ പണിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. To sing and tell you guys, I know that shit. Alexander! Fucking so what do you want? You want 3 bitches to fucking like you, idiot? Go fuck yourself. Get up, listen. Come on the fucking stage. You can't touch me, my G. Hey, make some noise, man. I'm sorry.
അപ്പോൾ അതാണ് കിലറുടെ പാട്ട്, മനസ്സിലല്ലേ? ജാഡ പക്ഷേ ജാട. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ആൾ ചേർക്കുന്നുണ്ട്. പക്ഷെ ഓഡിയൻസ് വിചാരിച്ച്, ചിലർ വിചാരിച്ചത് റാപ്പാണ്, കോപ്പാണ്, അടുപ്പാണെന്നൊക്കെയാണ്. പക്ഷെ റാപ്പും കോപ്പൊന്നും അല്ലെങ്കിൽ കേട്ടല്ലേ, ആളെ മച്ചാൻ പച്ച തെറി പറയണം കേട്ടല്ലോ. അത് കേട്ട് തുള്ളാൻ കുറേ എണ്ണം. എന്തോന്നോടെ ഇതൊക്കെ സത്യം പറയാലോ, ഇമാതിരി ഒരു ആൾക്കാരൊന്നും പറ്റില്ല. സത്യം പറയാം, നമ്മൾ തന്നെ ആരാധകരായിട്ട്, നമ്മൾ തന്നെ വലിയ ആൾക്കാരായിട്ട് അവർ തന്നെ തലി വെച്ചിട്ട് അവർ നമ്മളെ തന്നെ തെരുവ് വിളിക്കുമ്പോൾ അത് മോശമല്ലേ കേട്ടല്ലേ. ഇത് കേട്ടിരിക്കേണ്ട വല്ല ആവശ്യം ചോദിക്കട്ടെ. കുറെ ആൾ മച്ചന്മാർ പ്രതികരിക്കുന്നുണ്ട്. അത് ഞാൻ ഹാൻഡ്സ് ഓഫ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുന്നവരോട് എനിക്ക് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കണില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാൽ പിന്നെ പ്രതികരിക്കാറില്ല എന്ന് വെച്ചാൽ അവർ പ്രതികരിച്ചത് നന്നായി. എന്തായാലും ബാക്കി കേട്ട് തുള്ളിയവന്മാർക്ക് മണ്ടന്മാരെ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കേസും കാര്യങ്ങളും വന്നിട്ടൊന്നുമില്ല. കേസ് അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങളും വന്നിട്ടില്ല. ഇതിപ്പോൾ ഒരു വീഡിയോ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ പറഞ്ഞില്ല, ഇന്റർനാഷണൽ ഷോ കാരണം വെളിയിലായിരുന്നു ഷോ നടന്നത്. അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു നമുക്ക് അവിടേക്ക് എത്താൻ കുറേ സമയം എടുക്കും. കാര്യമില്ല. ഇപ്പം ഇതാണ് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടല്ലോ, മച്ചൻ്റെ ലീലാവിലാസങ്ങൾ കാണുക. ഇല്ല, എനിക്ക് അതേ പറയുള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പം അത്രേ ഉള്ളൂ.